ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊമേഴ്സ് പഠിച്ചവർക്ക് എക്സാമുകളുടെ ഒരു കാലമാണിപ്പോൾ. ജൂനിയർ അക്കൗണ്ടൻറ്റ്, ക്യാഷ്യർ തസ്തികകൾ തൊട്ടടുത്ത് തന്നെ വരാനിരിക്കുന്നു. അതിനുശേഷം ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായ ചില ബേസിക് ഫോർമുലകൾ നിങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു റിവിഷൻ പോലെയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. ഫോർമുലകൾ എല്ലാം ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, മറ്റ് തിയറി പോർഷൻസ് പറയുന്നില്ല. നിങ്ങൾക്ക് തിയറി പോർഷൻസിൻ്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ ഫോർമുലകളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് കൂടി, ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും വരുന്ന വീഡിയോകളിൽ സമയം പോലെ ഡിസ്കസ് ചെയ്യാം. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നൊരു വീഡിയോയാണ്, അതുകൊണ്ട് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും വീഡിയോയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സഹകരിക്കുക, മാക്സിമം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റിൻ്റെയും സെയിൽസ് വാല്യൂവിൽ ചില ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഫിക്സഡ് കോസ്റ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് അങ്ങനെയുള്ള ടേംസ് എല്ലാം നമുക്ക് സുപരിചിതമായതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടറാണ് ഫിക്സഡ് കോസ്റ്റ്. അതോടൊപ്പം അടുത്തായിട്ട് വരുന്നതാണ് വേരിയബിൾ കോസ്റ്റ്, അല്ലേ? അപ്പോൾ കോസ്റ്റ് എലമെൻ്റായി. പിന്നെ എന്താണ്? പ്രോഫിറ്റ്. അതായത് ഈ കോസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വാല്യൂ നിശ്ചയിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താ? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽസ് വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് മാർജിനൽ കോസ്റ്റിങ്ങിലെ ഇക്വേഷൻസ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ നോക്കാം. സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഈസ് ഇക്വൽ ടു സെല്ലിംഗ് പ്രൈസിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ സി ഈസ് ഇക്വൽ ടു എസ് മൈനസ് വി, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷനിലേക്ക് വരാം. ഇവിടെ എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റിനെയും ഈ പ്രോഫിറ്റിനെയും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എടുത്തു. എന്നിട്ടോ ഇപ്പുറത്തെ സൈഡിലുള്ള സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഈ വേരിയബിൾ കോസ്റ്റിനെ അങ്ങ് കുറയ്ക്കുന്നു. അപ്പോൾ എന്തായി? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താ? കോൺട്രിബ്യൂഷൻ. സോ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമുക്ക് എഴുതാൻ പാടില്ലേ? നമുക്ക് കോൺട്രിബ്യൂഷൻ്റെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ആയി. ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ബോർഡാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് മായ്ക്കേണ്ടി വരും. നിങ്ങളിത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ്റേതാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. രണ്ട്, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അടുത്തത് പി വി റേഷ്യോ. പി വി റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? കോൺട്രിബ്യൂഷനും സെയിൽസ് വാല്യൂവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോയാണ് പി വി റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് പി വി റേഷ്യോ. ഓക്കെ, അപ്പം നമ്മൾ പി വി റേഷ്യോ ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പി വി റേഷ്യോ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അതായത് സെയിൽസിൻ്റെ എത്ര ഭാഗമാണ് കോൺട്രിബ്യൂഷൻ. സോ പി വി റേഷ്യോയുടെ ഇക്വേഷൻ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. സെയിൽസിൻ്റെ എത്ര ഭാഗമാണ് കോൺട്രിബ്യൂഷൻ. ഇപ്പം നമുക്ക് അടുത്ത ഇക്വേഷൻ ആയില്ലേ? മൂന്നാമത്തെ ഇക്വേഷനായി. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ്
പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ കൂടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഈ കോൺട്രിബ്യൂഷൻ എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റിനെ, അതായത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ സെയിൽസിൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതോടൊപ്പം ഡിവൈഡും ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നോക്ക്, എസ് ഇൻറ്റു എസ് മൈനസ് വി ഡിവൈഡഡ് ബൈ എസ്. ഇതിനെ ഇത്രയും ഒരു പോർഷനായിട്ട് നിങ്ങൾ നോക്കി, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ, ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എസ്സിന് നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം, സെയിൽസ് ഇവിടുത്തെ എസ്സിനെ നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതുന്നു, സെയിൽസ് ഇൻറ്റു ഈ എസ് മൈനസ് വി എന്താ? കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. വീണ്ടും ഇതിനെ എസ്സിനെ താഴേക്ക് എടുത്തെഴുതി ഇൻറ്റു ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് എന്താ? നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ചു, പി വി റേഷ്യോ. അപ്പോൾ സോ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കൂടിയായി, സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്താ? കോൺട്രിബ്യൂഷൻ. സോ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അടുത്ത ഇക്വേഷൻ ആയല്ലേ, സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അടുത്ത നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്താ? അതായത് പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ പോയിന്റിൽ നടത്തുന്ന സെയിൽസ് ആണ് ബ്രേക്ക് ഇവൻ സെയിൽസ്. നമ്മൾ ആദ്യം പഠിച്ചു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇവൻ സെയിൽസിൻ്റെ ആ ഒരു സിറ്റുവേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഇവൻ സെയിൽസിൽ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് തന്നെ കൊടുക്കാം. ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ വെച്ച് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് അതേപടി എഴുതി. പക്ഷേ ബ്രേക്ക് ഇവൻ പോയിന്റിൽ പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല, പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. സോ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസിൻ്റെ ഇക്വേഷൻ എടുക്കാൻ പറ്റില്ലേ? ബ്രേക്ക് ഇവൻ സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. സോ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസിൻ്റെ ഇക്വേഷൻ കിട്ടി, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇനി ഇത് ബ്രേക്ക് ഇവൻ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് റുപ്പി വാല്യൂവിലാണ്. എത്ര രൂപയുടെ സെയിൽസ് നടത്തുമ്പോഴാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇനി നമുക്ക് ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്ര യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷനാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിലാണ് പറയുന്നത്, ഇക്വൽ ടു നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അതിന് പകരം ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂവിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടുപിടിക്കാൻ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതേസമയം സെയിൽസ് വാല്യൂവിൽ കണ്ടുപിടിക്കാനാണെങ്കിലോ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇക്വേഷനും കൂടെ ആയി.
ആദ്യം നമ്മൾ പഠിച്ചു പി വി റേഷ്യോ ഇസ് ഇക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണെന്ന് പഠിച്ചു. വേറൊരു സിറ്റുവേഷൻ പറയാം. ഒരു 2 വർഷത്തെ, ഉദാഹരണത്തിന് ഒരു 2010 ഒരു 2020, ഈ 2 വർഷത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നും 2 വർഷത്തെ സെയിൽസ് എത്രയാണെന്നും നമുക്ക് തന്നിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. എന്താ, കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ ഉണ്ട്, സെയിൽസിൻ്റെയും വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടും പി വി റേഷ്യോ കണ്ടുപിടിക്കാം. അത്തരത്തിൽ പി വി റേഷ്യോ കണ്ടുപിടിക്കുന്നത് പി വി റേഷ്യോ ഇസ് ഇക്വൽ ടു, പി വി റേഷ്യോയുടെ ഈ ഇക്വേഷൻ മുകളിൽ എന്താണ്, കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ 2 വർഷത്തെ കോൺട്രിബ്യൂഷൻ തമ്മിലുള്ള ഡിഫറൻസ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഈ 2 വർഷത്തെ കോൺട്രിബ്യൂഷൻ വന്ന വ്യത്യാസവും സെയിൽസിൽ വന്ന വ്യത്യാസവും അവ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പി വി റേഷ്യോ കിട്ടും. അപ്പോൾ നമുക്ക് പി വി റേഷ്യോയ്ക്ക് പുതിയൊരു ഇക്വേഷനായി പി വി റേഷ്യോ ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷനിൽ എന്താ, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ആയിരുന്നു മുകളിൽ പറഞ്ഞല്ലേ. പി വി റേഷ്യോ ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഈ കോൺട്രിബ്യൂഷൻ എന്താ, കോൺട്രിബ്യൂഷൻ ഇസ് ഇക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ശരിക്കും ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് അല്ലേ. സോ അവിടെ ചേഞ്ച് വരുന്നത് ശരിക്കും എന്തിലാണ്, പ്രോഫിറ്റിലാണ് ചേഞ്ച് വരുന്നത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്നും എഴുതാം. അതായത് നമുക്കിവിടെ കോൺട്രിബ്യൂഷനും സെയിൽസും അല്ലാതെ പ്രോഫിറ്റിൻ്റെ വാല്യൂ കൂടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക 2 വർഷത്തെ. അപ്പോൾ ഈ 2 വർഷങ്ങളിലും പ്രോഫിറ്റ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഒരു വർഷം 3 ലക്ഷം ആയിരിക്കാം, ഈ ഒരു വർഷം നമുക്ക് കിട്ടിയത് 2 ലക്ഷം ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് എന്താ, 1 ലക്ഷം. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് 1 ലക്ഷം ഇവിടെ വരും. താഴെ ഈ 2 വർഷത്തെയും സെയിൽസിൻ്റെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് വരും. സോ പി വി റേഷ്യോയുടെ മറ്റൊരു ഇക്വേഷനാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ, മാർജിൻ ഓഫ് സേഫ്റ്റി മീൻസ് എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് സെയിൽസും ബ്രേക്ക് ഇവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ സെയിൽസും മാർജിൻ ഓഫ് സേഫ്റ്റി ലെവലിലെ സെയിൽസും തമ്മിൽ കൂടിച്ചേർന്നായിരിക്കും. സോ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇത് മാർജിൻ ഓഫ് സേഫ്റ്റി ഷോർട്ട് ഫോം ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്നും ബ്രേക്ക് ഇവൻ സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ പി വി റേഷ്യോ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഫിറ്റ്. കാരണം നമ്മുടെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസും ബ്രേക്ക് ഇവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ബ്രേക്ക് ഇവൻ സെയിൽസിൽ നമുക്ക് എന്താ ലഭിക്കുന്നത്, പ്രോഫിറ്റ് ഇല്ല, ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെയിൽസ് ഒരു ബ്രേക്ക് ഇവൻ സെയിൽസിൻ്റെ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, ബ്രേക്ക് ഇവൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കവിടെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ അറ്റൈൻ ചെയ്തു. പിന്നീടുള്ള സെയിൽസ് എന്തായിരിക്കും, പിന്നീടുള്ള സെയിൽസാണ് നമ്മളതിനെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുന്നത്. സോ ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ അപ്പോൾ ലഭിക്കുന്നത് എന്തായിരിക്കും, അവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് എലമെൻറ്റ് വരുന്നത്. കാരണം ബ്രേക്ക് ഇവൻ സെയിൽസ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഫിക്സഡ് കോസ്റ്റ് അറ്റൈൻ ചെയ്തു, പിന്നെ ലഭിക്കുന്നത് എന്താ, പ്രോഫിറ്റ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റിയെ പി വി റേഷ്യോ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് പ്രോഫിറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ, മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. സോ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ അടുത്ത ഇക്വേഷനായി പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ശരിക്കും സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ എന്താണ്, കോൺട്രിബ്യൂഷനാണ്. ഈ കോൺട്രിബ്യൂഷനിൽ എന്തൊക്കെയുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റിന് വേറൊരു രീതിയിലൊരു ഇക്വേഷൻ ആക്കാം. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു
profit. So profit is equal to sales into PV ratio minus fixed cost. അങ്ങനെ ചേരിഞ്ഞിരുന്ന് എഴുതുന്നതുകൊണ്ടാണ് എനിക്ക് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒരു കമ്പനി, ആ കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഇക്വൽ ടു 90,000. സെയിൽസ് ഇസ് ഇക്വൽ ടു 3 lakh. സെയിൽസ് ഇസ് ഇക്വൽ ടു 3 lakhs. പ്രോഫിറ്റ് 60,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത വർഷം ആ കമ്പനിക്ക്, ഈ വർഷം നമുക്ക് ലോസ് 60,000 ആണെന്ന്, ഈ വർഷം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഈ കമ്പനിക്കൊരു ലോസ് ആണെന്ന് വയ്ക്കുക. 30,000 രൂപ ലോസാണ് അടുത്ത വർഷം ഈ കമ്പനിക്ക്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ, അതായത് 30,000 രൂപ ലോസ് വരുന്നതിനുള്ള സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ ആ സെയിൽസ് വോളിയം എന്താണ്, എത്ര ഔട്ട്പുട്ട്സ് വിൽക്കുമ്പോഴാണ് ഈ 30,000 രൂപ ലോസ് വരുന്നതെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്താണ്, പ്രോഫിറ്റ് 90,000 ആണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയായിരിക്കും അതും കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം പറഞ്ഞ അടുത്ത വർഷം 30,000 രൂപ നമുക്ക് ലോസ് ആണെങ്കിൽ അപ്പോഴത്തെ സെയിൽസ് വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. സോ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാം. പി വി റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. കോൺട്രിബ്യൂഷൻ എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷന് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഈക്വൽ ടു 90,000 പ്ലസ് 60,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 3 ലക്ഷം. 1,50,000 ഡിവൈഡഡ് ബൈ 3 ലക്ഷം 1/2, ദാറ്റ് ഈസ് 50%. പി വി റേഷ്യോ ആണ്. സോ നമ്മളത് എപ്പോഴും പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പി വി റേഷ്യോ എന്ന് പറയുന്നത് 50%. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തെ ലോസ് 30,000 ആണെങ്കിൽ ആ വർഷത്തെ സെയിൽസ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന്, അല്ലേ? അപ്പോൾ ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ലല്ലോ എപ്പോഴും. ഇൻ കേസ് അത് ലോസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? 90,000 മൈനസ് ആ വർഷത്തെ ലോസ് 30,000. അപ്പോൾ ആ വർഷത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 90,000-ൽ നിന്ന് 30,000 പോയാൽ കോൺട്രിബ്യൂഷൻ 60,000. അപ്പോൾ അടുത്ത വർഷത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60,000 ആണ്. ഇതിന് മുന്നത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സെയിൽസ് എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 60,000 കിട്ടി. കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 50%. അപ്പോൾ എത്ര വരും? 60,000 ഡിവൈഡഡ് ബൈ 50%. സോ ആൻസർ 1,20,000. അപ്പോൾ നമ്മുടെ അടുത്ത വർഷത്തെ സെയിൽസ് എന്തായിരിക്കും? 1,20,000. അതായത് 30,000 രൂപ നമുക്ക് ലോസ് വരണമെങ്കിൽ ആ സമയത്തെ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 1,20,000 രൂപയായിരിക്കും. അതായത് 1,20,000 രൂപയുടെ സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് 30,000 രൂപ ലോസ് വരും. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഒരു കമ്പനിയുടെ പി വി റേഷ്യോ 50% ആണ്. അതോടൊപ്പം അവരുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്
40% ആണ്. ആ കമ്പനി 500 യൂണിറ്റ്സ് സെയിൽ നടത്തി. എത്ര രൂപയ്ക്ക്? 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപയ്ക്ക് 500 യൂണിറ്റ്സ് അവർ സെയിൽ നടത്തി. ഇതിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടുപിടിക്കണം. അതോടൊപ്പം 10% പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റ്സ് അവർ സെയിൽ ചെയ്യണം അതും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടുപിടിക്കാം. PV റേഷ്യോ 50% തന്നിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി 40%. സെയിൽസ് 500 യൂണിറ്റ്സ് 5 ലക്ഷം രൂപയ്ക്ക്. 500 യൂണിറ്റ്സ് 5 ലക്ഷം രൂപയ്ക്കാണല്ലേ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ സെയിൽസ് പ്രൈസ് എത്രയാണ്? 1000 രൂപ അല്ലേ. 1000 രൂപയ്ക്കാണ് അവർ ഒരു യൂണിറ്റ് വിൽക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഇസിക്കൽ ടു 1000 രൂപ. ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടുപിടിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റി ഇസിക്കൽ ടു സെയിൽസ്, ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ ടോട്ടൽ സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. അപ്പോൾ ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അത് ടോട്ടൽ സെയിൽസിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കുന്നു. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി 40% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഇസിക്കൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. 40 ഇസിക്കൽ ടു ടോട്ടൽ സെയിൽസ് എത്രയാണ്? 5 ലക്ഷം മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് 5 ലക്ഷം ഇൻറ്റു 100. സോ നമ്മുടെ ആൻസർ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇസിക്കൽ ടു 3 lakh. അതായത് 3 ലക്ഷം രൂപയുടെ വിൽപ്പന നടക്കുമ്പോഴാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് വരുന്നത്. സോ ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്ര യൂണിറ്റ്സിലാണെന്ന് നോക്കാം. ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1000 രൂപയാണ്. അപ്പോൾ 3 ലക്ഷം രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ, അതായത് 1000 രൂപയുടെ പ്രോഡക്റ്റ് 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്ര യൂണിറ്റ്സ് വിൽക്കണം? 300 യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം കൊമേഴ്സ് റിലേറ്റഡ് PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്